ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മുടെ സ്ട്രാറ്റജി വീഡിയോ എടുത്ത സമയത്ത് പലപ്പോഴായിട്ട് പല ആളുകൾ എനിക്ക് ഒരു കമന്റ് ചെയ്തതാണ് നമ്മുടെ ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് സാറേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇത്ര സിമ്പിൾ ആയിരുന്നുവോ? ഈ വീഡിയോന്റെ ശേഷം നിങ്ങൾ പറയും. അത്രേ ഉള്ളൂ. ഈ 11 സാധനം വൃത്തിയിൽ പഠിച്ചാൽ ഇതുക്കും മേലെ വേറെ വരാനില്ല മക്കളെ. നമുക്കൊന്ന് നോക്കി നോക്കിയാലോ, ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ സിൻടാക്സ് ആണ്. യെസ്, ഫസ്റ്റ് വൺ സിൻടാക്സ് ആണ്. എന്തിന്റെയൊക്കെ സിൻടാക്സ് പഠിക്കണം? ഈഫ് എൽസ് പഠിക്കണം. എന്തൊക്കെ? ഈഫ് എൽസ് പഠിക്കണം. ഈഫ് എൽസിന്റെ സിൻടാക്സ് എങ്ങനെ പഠിക്കാം? ഈഫ് എൽസ് ആണ്. 2 ഓപ്ഷൻ ആണ്. അപ്പം സ്മോൾ ലെറ്ററിൽ എഴുതാം, ഈഫ് എഴുതാം, ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യാം. എഴുതേണ്ടതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൽസ്. എഴുതേണ്ടതെല്ലാം എഴുതാം. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈഫ് എൽസ്. രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് എന്തിൻ്റെയൊക്കെ സിൻടാക്സ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ സ്വിച്ച് ആണ്. സ്വിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിച്ചിന്റെ സിൻടാക്സ് പഠിക്കാം. സ്വിച്ചിന്റെ സിൻടാക്സ് എങ്ങനെ എഴുതാം? സ്വിച്ച് എന്ന് എഴുതും സ്മോൾ ലെറ്ററിൽ. സ്വിച്ച് എന്ന് എഴുതാം, ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യണം. കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എന്തൊക്കെ എഴുതേണ്ടത്? കേസ് വാല്യൂ. കേസ് വാല്യൂ. ആ വാല്യൂ എന്തേ ആവാൻ പാടുള്ളൂ? ഇൻഡിജർ ഓർ ക്യാരക്ടർ ആവാൻ പാടുള്ളൂ. എഴുതേണ്ടതെല്ലാം എഴുതാം. ബ്രേക്ക്. സ്വിച്ചിന്റെ അവസാനത്തിൽ ബ്രേക്ക് വേണം. കേസ്, അടുത്ത കേസ്, കേസ് വാല്യൂ എന്ന് എഴുതാം. എഴുതേണ്ടതെല്ലാം എഴുതാം. ബ്രേക്ക്. ഇതൊന്നുമല്ല എങ്കിൽ അവസാനത്തെ ഓപ്ഷനാണ് ഡീഫോൾട്ട് ഓപ്ഷൻ. ആ ഡീഫോൾട്ട് ഇവിടെ എഴുതാം. എഴുതേണ്ടത് എഴുതാം. ക്ലോസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് പഠിക്കേണ്ട സാധനമാണ് ഈഫ് എൽസ് കഴിഞ്ഞു, സ്വിച്ച് കഴിഞ്ഞു. മൂന്നാമത് പഠിക്കേണ്ട സാധനമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. യെസ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണ്. നമുക്കൊരു ബോക്സിലാക്കി എഴുതാം. എങ്ങനെ എഴുതണം? ഒരു കണ്ടീഷൻ ആദ്യം പ്ലേസ് ചെയ്യാം. ആ കണ്ടീഷൻ ശരിയാവാം, തെറ്റാവാം. കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. കണ്ടീഷൻ ശരിയാണെങ്കിൽ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷൻ ശരിയായാൽ എന്ത് നിലപാടാണോ ചെയ്യേണ്ടത് അത് ആദ്യം എഴുതാം. അതല്ല എങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. യെസ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈഫ്, ഈഫ് എൽസ്, സ്വിച്ചിന്റെ സിൻടാക്സ്, കണ്ടീഷൻ ഓപ്പറേറ്റർ. യെസ്, എൻ്റെ ഒന്നാമത്തെ പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കാം. രണ്ടാമത്തത് ഈഫ് എൽസ് ആണ്. എന്താ? ഈഫ് എൽസ് കണ്ടീഷൻ ഓപ്പറേറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഓപ്പറേറ്റർ തന്ന് ഈഫ് എൽസിലേക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ റിസൾട്ട് ഇക്വൽ പി, എൽസ് റിസൾട്ട് ഇക്വൽ എഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് മാറ്റാം? യെസ്, ഇവിടുത്തെ കണ്ടീഷൻ എന്താ? മാർക്കാണ്. മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ആണെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ആണെങ്കിൽ റിസൾട്ട് ഈക്വൽ പി. നേരെ എഴുതാം. റിസൾട്ട് ഈക്വൽ ടു പി, ഡബിൾ കോട്ടിൽ പി. അതല്ല എങ്കിൽ, യെസ്, അതല്ല എങ്കിൽ റിസൾട്ട് ഈക്വൽ ടു എഫ്. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, സാറേ ഈ ഈഫ് എൽസ് കണ്ടീഷൻ ഓപ്പറേറ്റർ തന്നാൽ ഇങ്ങനെ ഈഫ് എൽസിലേക്ക് മാറ്റാം. നേരെ ഇതാണ് കണ്ടീഷൻ. നേരെ കൊടുക്കാം. ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ സി ഔട്ട്, ആദ്യത്തെ എലമെന്റ് സി ഔട്ട് പാസ്ഡ്. അതല്ല എങ്കിൽ എൽസ് സി ഔട്ട് ഫെയിൽഡ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. രണ്ടാമത്തെ സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. കം ടു തേർഡ് വൺ. എന്താ തേർഡ് വൺ? സ്വിച്ച് തന്നിട്ട് എൽസിഫ് ലാഡറിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ എൽസിഫ് ലാഡർ തന്ന് സ്വിച്ചിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു സെക്ഷൻ ചെയ്ത് നോക്കാം. അല്ലെ, ഇതെന്താ തന്നത്? ഈക്വാലിറ്റി തന്നാൽ മാത്രമേ ഇതിനെ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ, ഈ എൽസിഫ് ലാഡറിനെ സ്വിച്ചിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇതെന്ത്? സ്വിച്ച് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. സ്വിച്ച് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. സ്വിച്ച് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് ഇതിലത്തെ വേരിയബിൾസ് ഏതാ? വാൽ. അപ്പൊ ഇവിടെ വാല്യൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ വാല്യൂ എന്ന് എഴുതാം. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. ഓരോന്നായിട്ട് എഴുതാം. കേസ് 1 കോളൻ. എന്താ എഴുതേണ്ടത്? ആപ്പിൾ എന്നാണ്. സി ഔട്ട് ആപ്പിൾ. സി ഔട്ട് ആപ്പിൾ. അവിടെ തീർന്നു. ഉടനെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്ന സെക്ഷൻ ആണ് ബ്രേക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഓറഞ്ച്. അപ്പൊ എങ്ങനെ എഴുതാം? കേസ് ഏതാ? കേസ് വാല്യൂ എന്താ? 3 ആണ്. കേസ് 3 എന്താ? സി ഔട്ട് ഓറഞ്ച്. ഓറഞ്ച്. അവിടെ ബ്രേക്ക്. ഇനി എന്താ വേണ്ടത്? അല്ലെങ്കിൽ വെജിറ്റബിൾ എന്നാണ്. എൽസ്. എൽസ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്തുപയോഗിക്കുക? ഡീഫോൾട്ട് കമാൻഡ് യൂസ് ചെയ്യുക.
ഡീഫോൾട്ട് ഇതൊന്നുമല്ല എങ്കിൽ സി ഔട്ട് വെജിറ്റബിൾ. യെസ്, അവിടെ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ് സ്വിച്ച് തന്നിട്ട് സാറേ എങ്ങനെയാണ് ഈഫൽസിലേക്ക് മാറ്റാം? സ്വിച്ച് തന്നാൽ ഇവിടെ നോക്കാം, സ്വിച്ച് സി എച്ച് എന്നാണ്. അപ്പൊ അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് സി എച്ച് ആണ്. അപ്പൊ സി എച്ച് ഈസ് ഈക്വൽ ടു ഓരോ ഓപ്ഷൻ എഴുതാം. സി എച്ച് ഈക്വൽ ടു 0 ആണെങ്കിൽ സി ഔട്ട് 0. അതല്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എൽസീഫ്. അടുത്ത ഓപ്ഷൻ. അപ്പൊ ഇത് കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ 1 ആണ്. എൽസീഫ് സി എച്ചിലുള്ള വാല്യൂ 1 ആണെങ്കിൽ സി ഔട്ട് ONE 1 ആണ്. അപ്പൊ അവിടെ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത് ഇത് ഒന്നുമല്ല എങ്കിൽ എൽസ് സി ഔട്ട് ഇൻവാലിഡ്. ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ. എന്താ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്? ഈ ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഈക്വാലിറ്റി ഉള്ള എൽസീഫ് ലാഡറിനെ മാത്രമേ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് രണ്ടും ഒരുപാട് ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ, എൽസീഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ. 4 പോയിന്റ് പഠിക്കാം. എന്താ 4 പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് ആണ് രണ്ടും മൾട്ടിപ്പിൾ ഓപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. രണ്ടാമത്തതാണ് സ്വിച്ചിന്റെ കേസിൽ, എൽസീഫ് ലാഡറിന്റെ കേസിലാണെങ്കിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഇവിടെ സപ്പോർട്ട് ഓൾ റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, സ്വിച്ചിന്റെ ഉള്ളിൽ കറക്റ്റ് കേസ് വാല്യൂ മസ്റ്റ് ബി ഇൻഡിജർ ഓർ ക്യാരക്ടറെ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ല? ഈ വാല്യൂസ് ഇൻഡിജർ 1.5 വരാൻ പറ്റൂല, 2.9 വരാൻ പറ്റൂല. ഇൻഡിജറോ ക്യാരക്ടറോ വരാൻ പാടുള്ളൂ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സ്വിച്ചിന്റെ വാല്യൂസ് ഇൻഡിജറോ ക്യാരക്ടറോ വരുള്ളൂ. എന്നാൽ സ്വിച്ച് എൽസീഫ് ലാഡറിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. എന്ത് വാല്യൂസും വെച്ചും, എനി റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചു. ലാസ്റ്റ് വൺ, സ്വിച്ചിന്റെ കേസിൽ അവസാനത്തെ വാക്ക് ഡീഫോൾട്ട് ആണ്. എന്നാൽ എൽസീഫ് ലാഡറിൽ അവസാനത്തെ വാക്ക് എൽസ് ആണ്. അതൊന്ന് എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം? നാലാമത്, ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നോ മാച്ച് ഫൗണ്ട്സ് ഡീഫോൾട്ട് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇവിടെ നോ എക്സ്പ്രഷൻ വർക്ക് ചെയ്താൽ എന്താടാ? എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഈ 4 പോയിന്റ് പഠിക്കാം, അത് മതി. സോ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, സ്വിച്ചിൽ ബ്രേക്ക് ഫ്രീ. എന്താ ഈ ബ്രേക്ക് ഫ്രീ? സ്വിച്ച് ഒരു എക്സാമിന് തരും, സ്വിച്ച് എക്സ്. ഇവിടെ ഒരു ഓപ്ഷൻ തരാം, കേസ് എ ആണെങ്കിൽ സി ഔട്ട് ഇറ്റ് ഈസ് എ. കേസ് എം, ക്യാരക്ടർ കൂടി പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ കേൾക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എം. അടുത്ത കേസ് എൻ, ഞാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. സി ഔട്ട് ഇറ്റ് ഈസ് എൻ. എൽസിന്റെ സാധനമാണ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ സി ഔട്ട്. ഇപ്പൊ ഞാൻ എന്റെ പേര് എഴുതി, ജസീം എഴുതി, ജാസ്. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിന്റെ ഇഫ് ദ ഇൻപുട്ട് ഈസ് ഇങ്ങനെ വരുന്നു. ഇഫ് ദ ഇൻപുട്ട് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സിന്റെ വാല്യൂ ഇപ്പൊ എം ആണെങ്കിൽ എക്സിന്റെ വില എം ആണെങ്കിൽ നേരെ കേസ് എം വർക്ക് ചെയ്യും. ഇറ്റ് ഈസ് എം എന്ന് വരും. അവിടെ ബ്രേക്ക് ഇല്ല. അപ്പൊ ഔട്ട്പുട്ട് ഈസ് ഇറ്റ് ഈസ് എം എന്ന് വരും. ബ്രേക്ക് ഇല്ല എങ്കിൽ അടുത്ത കേസ് വർക്ക് ചെയ്യും. എന്താടാ? ഇറ്റ് ഈസ് എൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഇല്ല, അവിടെ വരും ജാസ്. ഞാൻ കൊടുത്ത ആൻസർ എ ആണ് എങ്കിൽ, ഇൻപുട്ട് എ ആണെങ്കിൽ ഒന്നും ബ്രേക്ക് ഇല്ല, നേരെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് വരും. ഇറ്റ് ഈസ് എ, ഇറ്റ് ഈസ് എം, ഇറ്റ് ഈസ് എൻ, ജാസ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഞാൻ കൊടുത്തത് കെ എന്നുള്ള ലെറ്റർ ആണെങ്കിൽ, കെ എന്നുള്ള സാധനം ഇവിടെ എവിടെയും ഓപ്ഷൻസ് ആയിട്ടില്ല, അന്നേരം ജാസ് മാത്രം ഔട്ട്പുട്ട്. ഒക്കെ ഓക്കെ ആണോ? യെസ്. നാലാമത്തത്, എൻ ആണ് ഞാൻ കൊടുത്തതെങ്കിൽ, എൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ, അതേപോലെ അവസാനം ജാസ്. ഇതിന്റെ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പൊ ഇവിടെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ബ്രേക്ക് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓർത്ത് വെച്ചോ, വളരെ ഭംഗിയായിട്ട് പഠിക്കാം. 5 എണ്ണം കഴിഞ്ഞു. ആറാമത്തെ കേസാണ് ലൂപ്പിലേക്ക് ഇറങ്ങാം. ലൂപ്പിന്റെ കേസിൽ 2 ടൈപ്പ് ലൂപ്പ് ഉണ്ട്, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എന്താ എൻട്രി കൺട്രോൾ ലൂപ്പ്? കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ. ഇതാണ് മെയിൻ പോയിന്റ്. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. ഒന്നാമത്തെ പോയിന്റ് ആയി. ബിഫോർ ദ ബോഡി ആണെങ്കിൽ കണ്ടീഷൻ തെറ്റിയാൽ അത് വർക്ക് ചെയ്യൂല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചാൽ അവസാനത്തിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്.
ഇവിടെ എക്സാമ്പിൾ എഴുതിയേക്കാം. മൂന്നാമത്തെ പോയിന്റ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ് ഇതിന്റെ എക്സാമ്പിൾ എങ്കിൽ ഇവിടെ എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പാണ്. അവിടെ സെറ്റായോ? സോ 7th one. മൂന്നെണ്ണത്തിന്റെ സിന്റാക്സ് ഏതിന്റെയൊക്കെ? ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്, വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്, അതേപോലെ ഡു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഫോർ ഇനീഷ്യലൈസേഷൻ എത്ര വരെ എഴുതണം, എവിടുന്ന് തുടങ്ങണം? കണ്ടീഷൻ അപ്ഡേഷൻ. ഇവിടെയാണെങ്കിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ എഴുതും, പിന്നെ കണ്ടീഷൻ, ഉള്ളിൽ ബോഡി അപ്ഡേഷൻ. ഇവിടെ വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പിന്റെ കേസിലാണെങ്കിൽ അവസാനത്തിൽ കണ്ടീഷൻ. അറിയുന്നതാണ്, വളരെ ഭംഗിയായിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് വൺ, 8ാമത്തെ എലമെന്റ് ലൂപ്പിന്റെ കമ്പണൻസ്. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത ലൂപ്പ് ഒരു എക്സാമ്പിൾ എടുക്കാം, ഫോർ ലൂപ്പ് എടുക്കാം. ആ ഫോർ ലൂപ്പിന്റെ തുടക്കം അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. ഇതാണ് ഒന്നാമത്തെ കമ്പണൻസ്. എത്ര വരെ പോവണം അത് തീരുമാനിക്കുന്ന ആളാണ് കണ്ടീഷൻ. ഇതാണ് രണ്ടാമത്തെ കമ്പണൻസ്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് എന്താണ് ചെയ്യേണ്ടത്, ബോഡി ഓഫ് ദ ലൂപ്പ്. നാലാമത്തെ എത്ര വെച്ച് കൂടണം അതിനെ പറയുന്ന പേരാണ് അപ്ഡേഷൻ. അപ്പൊ ദീസ് ഫോർ ആർ ദ കമ്പോണൻസ് ഓഫ് ലൂപ്പ്. നമുക്ക് ഇങ്ങനെ ഒരു കോഡ് തരും. ഈ കോഡ് തന്നിട്ട് ഓരോരുത്തർ ആരാന്ന് ചോദിക്കും. അപ്പൊ എന്താ ചെയ്താ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് i is equal to 1. രണ്ടാമത്തേത് കണ്ടീഷൻ ആണ്. അപ്പൊ കണ്ടീഷൻ എന്താന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. കണ്ടീഷൻ എന്ന് പറഞ്ഞത് i less than or equal to 10 ആണ്. അതിന് ശേഷം ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പൊ ബോഡി എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ സി ഔട്ട് i. പ്രോഗ്രാം തന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്താൽ ചോദിക്കും. ലാസ്റ്റ് വൺ ഈസ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഏതാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്? ആണ് ആ ലാസ്റ്റത്തെ സാധനം. ഏതാ ലാസ്റ്റത്തെ? i++. അപ്പൊ ഒരു ലൂപ്പ് തന്നിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെറ്റ് അല്ലേ? സോ അതേപോലെ വേറെ സാധനം വരാനുള്ളത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ 9th one, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതെന്തെങ്കിലും ആരോ മാർക്ക് ഇട്ടത്, അതായത് പ്രോഗ്രാമാണ്. ഒന്നെങ്കിൽ കമ്പാരിസന്റെ ക്വസ്റ്റ്യൻ വരും. കമ്പാരിസൺ. ഈ കമ്പാരിസൺ ആണ് ഞാൻ ഇപ്പൊ എഴുതി തന്നത്. എന്താ കമ്പാരിസൺ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും നമ്മളെ മെയിൻ കമ്പാരിസൺ എന്താ? ഫോർ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. സിന്റാക്സ് ഓർത്ത് വെക്കുക. സിന്റാക്സിൽ ഇനീഷ്യലൈസേഷൻ ആ ഫോർ ലൂപ്പിന്റെ കൂടെ തന്നെയാണ്. എന്നാൽ വൈൽ ലൂപ്പിലെ ഇനീഷ്യലൈസേഷൻ ബിഫോർ ദ ലൂപ്പാണ്. ഇനീഷ്യലൈസേഷൻ ഇവിടെയും ബിഫോർ ദ ലൂപ്പാണ്. അടുത്ത പോയിന്റ് അപ്ഡേഷൻ ലൂപ്പിന്റെ കൂടെ തന്നെയാണ്. i++, ഫോർ ലൂപ്പിന്റെ കൂടെ തന്നെയാണ്. എന്നാൽ ഇവിടെ അപ്ഡേഷൻ ഇതിന്റെ ഉള്ളിലാണ്ടാവുക, ലൂപ്പിന്റെ ഉള്ളിലാണ്ടാവുക, വൈൽ ലൂപ്പിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്ടാവുക. എന്നാൽ ഇവിടെയും അപ്ഡേഷൻ ഇതിന്റെ ഉള്ളിലാണ്ടാവുക. ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും കണ്ടീഷൻ തെറ്റി വർക്ക് ചെയ്യൂല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇവിടെ നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എന്തായാലും ഡു വൈൽ ലൂപ്പിൽ ഒരു ഉത്തരം കിട്ടും. കം ടു 10th question. ഇതിന്റെ മുമ്പേ 9th question. ഒരു ഫോർ ലൂപ്പ് തരും അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പ് തരും. അതിനെ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. n is equal to ഇതിനെ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. n is equal to അതേപോലെ എഴുതും. ഡു വൈൽ ലൂപ്പിലേക്ക് എഴുതുമ്പോൾ ഈ ലൈനിന്റെ സ്ഥാനത്ത് ഈ ലൈനിലോട്ട് ഡു ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഉള്ളത്തെ സെയിം സാധനം അതേപോലെ അങ്ങോട്ട് എഴുതാം. സി ഔട്ട് n. then n is equal to n+2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആ ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ കണ്ടീഷൻ പ്ലേസ് ചെയ്യാം. വൈൽ n less than or equal to 100. റോള് പണി. ഇനി ഇതേ കോണിനെ ഞാൻ ഫോർ ലൂപ്പിലേക്ക് മാറ്റാൻ ചോദിക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പിൽ വളരെ സിമ്പിൾ ആണ്. ഫോർ എഴുതാ ഒരു തുടക്കം വേണം, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് ആണ് n equal to. ആ n equal to അവിടെ എഴുതാം. അതിനുശേഷം കണ്ടീഷനാണ്. കണ്ടീഷന്റെ രണ്ടാമത്തെ എലമെന്റ് n less than or equal to 100. എത്ര വെച്ച് അപ്പൊ ഈ പോയിന്റ് എഴുതി, ഇതും എഴുതി. ഇനി എന്താ? n is equal to n+2 ഇവിടെ എഴുതാം. എന്നിട്ട് ബോഡി എന്താ? സി ഔട്ട് n. ഇത്ര ഉള്ളു പണി. ഇതേപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്ക്. ഫോർ ലൂപ്പ് തന്നിട്ട് അതിന് ഡു വൈൽ ലൂപ്പിലേക്ക്, അതിന് വൈൽ ലൂപ്പിലേക്ക്. അപ്പൊ ഒരിക്കലും വൈൽ ലൂപ്പ് തന്നിട്ട് ഡു വൈൽ ലൂപ്പ് പൊതുവെ വരാറില്ല, കാരണം വളരെ സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് വൺ, 10th one, predict the outputs. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. predict the outputന് ചെറിയൊരു വിവാദം, ഒന്ന് ക്വസ്റ്റ്യൻ തുറിച്ചു നോക്കിയാൽ മതി. എന്താടാ ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? ആ ഫോർ ലൂപ്പിന്റെ അവസാനത്തിൽ ഒരു സെമിക്കോളൻ ഉണ്ട്. സെമിക്കോളൻ അവസാനത്തിൽ തന്നാൽ ഓർത്ത് വെച്ചോ, ആ സെമിക്കോളത്തിന്റെ അവസാനത്തിൽ വന്നാൽ നോ ബോഡി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈ സെക്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പൊ ഈ ലൂപ്പ് 1 മുതൽ 10 വരെ വെറുതെ കറങ്ങും. എന്നിട്ട് എപ്പോഴാ ഇത് പുറത്ത് ചാടുക? 11 എത്തുമ്പോൾ പുറത്ത് ചാടും. ആ 11 എത്തുമ്പോൾ പുറത്തെത്തി, സി ഔട്ടായി. അപ്പൊ ആൻസർ ഈസ് 11.
അപ്പൊ ഈ ടൈപ്പ് ഇതിൽ നിന്നല്ല വേറെ ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് വരാം. സോ ലാസ്റ്റ് വൺ 11th വൺ. ഈ ചാപ്റ്റർ കൺട്രോൾ 7th അല്ല ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ദാ എൻഡ് ചെയ്യാണ്. 7th വൺ ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ബ്രേക്ക് ദാ 1 to 10 ഉള്ളിൽ 5 എത്തുമ്പോൾ ബ്രേക്ക്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഈസ് 1 2 3 4 എന്ന് വരും. ബ്രേക്ക് വർക്ക് ചെയ്താൽ when a break statement is encountered in a program, it takes the program control outside the immediate enclosing loop. ആദ്യത്തെ ലൂപ്പിന് ഓർന്ന് പുറത്ത് ചാടും. എന്നാൽ ഡു ഐ ലൂപ്പിനല്ല, കണ്ടിന്യൂവിന്റെ കേസിലാണെങ്കിൽ സ്കിപ്പ് ചെയ്യും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഇൻ അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ്. കണ്ട, സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് ഫോഴ്സിംഗ് ദ നെക്സ്റ്റ് ഇറ്ററേഷൻ. അടുത്ത പാർട്ടിലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ 5 എന്നുള്ള സാധനം സ്കിപ്പ് ചെയ്യും. ആൻസർ ഈസ് 1 2 3 4 6 7 8 9 10. End of the section. Yes.